This is Aparna from Abama Joy. ഇന്ന് നമ്മുടെ ഒപ്പം കൂടെ ഉള്ളത് രവീന്ദ്ര നീ എവിടെ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുന്ന ഗസ്റ്റ് ആണ്. ഓക്കെ, അസീസ് നെടുമങ്ങാട്, മേജർ രവി, ധ്യാൻ ശ്രീനിവാസൻ, അനൂപ് മേനോൻ ആൻഡ് ശിവപ്രത്. ഹായ് ഗൈസ്. ഹായ്. ഓക്കെ, രവീന്ദ്ര നീ എവിടെ ഈ മൂവിയുടെ എന്ത് കൈൻഡ് ഓഫ് ജോണർ മൂവിയാണ്? കോമഡി, ത്രില്ലർ, മിസ്റ്ററി, എന്ത് കൈൻഡ് ഓഫ് ജോണർ? കണ്ടുപിടിക്കാണ് ജോണറാണെന്നുള്ള മായയുടെ പോസ്റ്റ് ഇടാം. കോമഡി കോമഡി. ആരാണ് കോമഡി ക്യാരക്ടർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഇതിലെ ആക്ച്വൽ കോമഡി ക്യാരക്ടർ മേജർ രവി ചേട്ടനാണ്. ആദ്യമായി മേജർ രവി ചേട്ടൻ കോമഡി ചെയ്യുന്ന സിനിമയാണ്. ഫസ്റ്റ് ടൈം അല്ലേ കോമഡി ചെയ്യുന്നത്? ഈ മൂവിന് കോമഡി ക്യാരക്ടറാ? ബേസിക്കലി കോമഡി. അതുകൊണ്ട് എല്ലാ മൂവീസും ഭയങ്കര സീരിയസ് ആയതുകൊണ്ട് അതുപോലെ ഇതിൽ സീരിയസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി ഈ മൂവിയുടെ കഥ ഫസ്റ്റ് ചേട്ടനെടുത്ത് കിട്ടിയപ്പോ ചേട്ടൻ ഈ ക്യാരക്ടർ എത്തിയത് അനുപേട്ടൻ നിന്നാണ് സ്റ്റിച്ച് ചെയ്തത്. അവിടെ നിന്നാണ് എനിക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ എത്തിയ ഫസ്റ്റ് അനുപേട്ടനടുത്ത് ഫസ്റ്റ് ഈ കഥ വന്നപ്പോ ഓക്കെ ഈ ക്യാരക്ടർ ഞാൻ ചെയ്ത അടിപൊളിയായിരിക്കും അങ്ങനെ തോന്നിയിരുന്നു? എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു പടത്തെ കുറിച്ച് തോന്നിയിട്ടില്ല ഈ ക്യാരക്ടർ ഞാൻ ചെയ്ത അടിപൊളിയായിരിക്കുന്നു. ഇതുവരെ തോന്നിയിട്ടില്ല, ഇനി തോന്നാനും സാധ്യതയില്ല. അപ്പൊ അതല്ല, അത് ഓരോ സിനിമകളും നമുക്ക് വർക്ക് വരിക എന്നുള്ളതാണ് നമ്പർ 1 കാര്യം. അപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ സിനിമയുടെ കഥ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ക്യൂട്ട് സിനിമയാവാൻ സാധ്യതയുള്ള സിനിമയാണെന്ന്. പിന്നെ ഓഫ് കോഴ്സ് അബാം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, ഇതിനു മുമ്പ് 3ഓളം സിനിമകളിൽ അവരുടെ നായകനായി അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ വർക്ക് അറ്റ്മോസ്ഫിയർ വളരെ കോർഡിയൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. എല്ലാവരും അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, അസീസ് നെടുമങ്ങാടുണ്ട്, മേജർ രവി ഉണ്ട്. പോരെ? അല്ല, ഞങ്ങൾ അഭിനയിക്കുന്ന ഞാൻ അസ്ഥി കമ്പനി തങ്ങുപാട്ടിലാണ് കൂടിയാണ് ഫസ്റ്റ് വർക്ക് ചെയ്തത്. അഭിനയിക്കുന്ന ഫസ്റ്റ് ടൈം അല്ലേ? അതിൽ വഴിവഴിച്ചു പോവാൻ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഞാനാണ്. അവിടെ ഒരാള് വന്നിട്ടുണ്ട്. ഓ മുതലെന്നല്ലോ. ഈ ഹോട്ടലിന്റെ പരിപാടിയാ അല്ലേ? ഹോട്ടലിന്റെ അപ്പൊ ചോദിക്കാൻ ഓക്കെ, ഈ കഥ വന്നപ്പോ മാം ഈ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് തോന്നിയേ, അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടർ തോന്നിയോ? അതോ ഈ ഒരു ക്യാരക്ടർ ഫസ്റ്റ് വന്നപ്പോ ചെയ്തോളാം? അതെ, ആക്ച്വലി ഷീലുവിന് ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടർ ചെയ്യാനായിരുന്നു ഇഷ്ടം. അല്ല, അതല്ലേ ചോദിച്ചു, വേറെ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്താൽ അത് ധ്യാന്റെ നമുക്ക് ഇഷ്ടം. ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് അങ്ങനെ സ്ത്രീ ക്യാരക്ടർ എങ്ങനെയാണ് ശ്രീലംബട ആവുന്നത്? ആണോന്നാ ചോദിച്ചത്, അതാണ് ഞാൻ ചോദിച്ചത്. അബാമിന്റെ ചാനലല്ലേ? ഇനി എന്ത് പറയാ? അതല്ല, സ്വന്തം ചാനൽ വന്നപ്പോ ഭയങ്കര ഡീസന്റ് ആയിരിക്കും. അതെന്താ പറയോ, ഡീസന്റ് ആയതല്ല, ക്യാമറ എന്റെ മേത്തോട്ട് വെച്ചിട്ടില്ല, എല്ലാം അങ്ങോട്ടാ. ഹലോ, ഈ 18 കൊല്ലമായിട്ട് സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് വൈഡാണ്. സാറുണ്ട് അതിനകത്ത്. അല്ല, ഞാൻ വിചാരിച്ചു എന്നെ അവർക്ക് വേണ്ടത്, എന്നെ കണ്ടുകൊണ്ട് മടുത്ത് കിടക്കുക. ഈ ഒരു സ്റ്റോറി വന്നപ്പോ മാമിന് ഈ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു? അങ്ങനെ എന്റെ ഒരു ക്യാരക്ടർ മാത്രം വെച്ചിട്ട് ഒരു സിനിമയെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കാറില്ലല്ലോ. നമ്മളെപ്പോഴും ഓവറോൾ സിനിമ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. ഇത് കാശ് മുടക്കുന്ന സാധനമല്ലേ. എന്റെ ഒരു ക്യാരക്ടർ മാത്രം നോക്കിയിട്ട് സിനിമ എടുക്കാൻ പോയാൽ പണി കിട്ടും. അപ്പം മൊത്തത്തിൽ അതിന്റെ ഒരു ഓവറോൾ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. കാശ് ചെലവായത് തിരിച്ചു കിട്ടുന്ന വിശ്വാസം, തിരിച്ചു കിട്ടുമെന്ന് വിശ്വാസം വലുതായിട്ടില്ല, ഇല്ല. ഒരു ഗാംബ്ലിംഗ് ആണല്ലോ. ഷീസ് എ ഗാംബ്ലർ, ദി ഗ്രേറ്റ് ഗാംബ്ലർ എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത സിനിമയുടെ പേര്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു?
ഭയങ്കര ആശയം പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് വീക്ക്നെസ് ഈ കഥയിൽ തോന്നിയോ? അത് ലുക്കിലുണ്ടല്ലോ ഈ വീക്ക്നെസ് ഉണ്ടല്ലേ. നമ്മുടെ രണ്ട് എക്സ്പ്രഷൻ ഏകദേശം സിമിലർ ആണ്. ഏകദേശം ഏകദേശം അതിന് ചാർമിങ്ങളും ഉണ്ടല്ലോ. ചെയ്തൊരു കാര്യത്തിൽ പാടില്ല. അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് ഓ അടിപൊളിയായിരുന്നു. ഓക്കെ, എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന, എനിക്ക് പോസ്റ്റർ കണ്ടപ്പോൾ എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന കൈൻഡ് ഓഫ് ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്തെങ്കിലും കൈൻഡ് ഓഫ് ക്ലോസ്ട്രോഫോബിക് ആയിട്ട് എന്തെങ്കിലും കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നേരത്തെ തോന്നിയിട്ടുണ്ടോ? ഇതിൽ ഫീൽ ചെയ്തോ ക്ലോസ്ട്രോഫോബിക് പോസ്റ്റോ റെക്കോർഡാ കേട്ട ഒരു സാധനം മനസ്സിലാകത്തില്ല. പക്ഷെ എന്താ കഥ ഓർക്കുക തോന്നുമല്ലോ. അത് കഴിഞ്ഞ ഇന്റർവ്യൂവിനെ കുട്ടി ആക്ച്വലി ട്രാക്ക് ചെയ്തു. ഒരു ഏരിയയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ക്ലോസ്ട്രോഫോബിക് ആയിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നേരത്തെ തോന്നിയിട്ടുണ്ടോ? എനിക്കോ? ക്ലോസ്ട്രോഫോബിക് ആണോ? അല്ല, ഞാൻ ബേസിക്കലി ക്ലോസ്ട്രോഫോബിക് അല്ല. എന്റെ അച്ഛൻ ഭയങ്കര ക്ലോസ്ട്രോഫോബിക് ആണ്. അച്ഛൻ ഫ്ലൈറ്റിൽ കയറില്ല. ഈ കാണും പാപ്പാടാണ്, ഭയങ്കര പേടിയാണ്. എന്തിനു നമ്മളൊരു ഹോട്ടൽ റൂം ഇഫ് സീലിംഗ് ലോ ആണെങ്കിൽ അച്ഛനെ വിറയ്ക്കും. ലിഫ്റ്റ് വലിയ വലിയ ഇഷ്യൂസ് ആണ്. എനിക്ക് അങ്ങനെ ഇതുവരെ ഇല്ല. കാറിനൊരു കുഴപ്പമില്ല. അതെന്താ പറയുക, കാർ ഇതിനേക്കാൾ ചെറിയ സീലിംഗ് ആണ്. അച്ഛൻ പറയുന്നത് വെളിയിലുള്ള സറൗണ്ടിങ്സ് കാണാൻ പറ്റാത്ത സ്പേസ് വരുമ്പം ഈ ഗെറ്റ്സ് ജിറ്റേഴ്സ്. അതുകൊണ്ട് ക്ലോസ്ട്രോഫോബിയ എനിക്ക് നേരിട്ട് അറിയാവുന്ന. ഞാൻ ഒരിക്കൽ പേടിച്ചു തന്നെ. ഞാനൊരു ഷോപ്പിംഗ് മാളിൻ്റെ താഴെ പോയിട്ട് ഞാൻ കാറ് പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും അച്ഛനിങ്ങനെ ഭയങ്കരമായിട്ട് വേർത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഐ തോട്ട് ഇറ്റ് വാസ് എ അറ്റാക്കോ അങ്ങനെ എല്ലാം സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇൻ പേഴ്സൺ ഞാനത് കാണുന്നു. ക്ലോസ്ട്രോഫോബിയ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ക്ലോസ്ട്രോഫോബിയ ഇത്രയും വലിയൊരു ഇഷ്യൂ ആണെന്ന് പറയുന്നത്. സാർ ഇനി ഒരു പുതിയ മൂവി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാഞ്ജലിനെ കാസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് മാറ്റി നിനക്കൊരു ചോദ്യം തരാം. ഓർക്കൊരു ചോദ്യം തരാം. പോയി സംസാരിച്ചു ഞങ്ങൾ ഇതേ ടീം ഒരു മേജർ സാറിന്റെ സംവിധാനത്തിൽ ദാൽ ലേക്കിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. പേര് ഫ്രൂട്ടി. ബാസ്കറ്റ്സ് ഓഫ് ലൈഫ്. അതായത് ലവ് സ്റ്റോറി. Basket full of grenades. Hero's introduction to the basket full of she was not the hero. Unlike the basket full of introduction. പക്ഷേ ഇപ്പൊ പ്രിയേട്ടന്റെ പടങ്ങളില് പോലും ഇങ്ങനെ കൊട്ടയെടുത്തിട്ട് കൂടുതലും ആർബി മൂവീസ്, ആർബിയുടെ ലൈഫ് സ്റ്റോറി ആണെന്ന് അവിടെ നമുക്ക് ലവ് സ്റ്റോറി എടുക്കാം. आप लोग रहना तो चलो वो बात करो रोना ദിൽ സേ ടോക്സിക് ആണോ? ആണ് ദിൽ സേ ലവ് സ്റ്റോറി അല്ലേ? ബോംബിനെ ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്ത പടമല്ലേ? ഈ മൂവി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ശ്രീനിവാസൻ സാർ മോനെ നീ കൊട്ട, നീ അടിപൊളിയായിരിക്കും അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. ഇത്രയും വർഷത്തിലായിട്ട് ഒരു മൂവി കണ്ടിട്ട് അങ്ങനെ പറഞ്ഞില്ല. ഇത് കണ്ടിട്ട് മാത്രം പെട്ടെന്ന് അങ്ങനെ ഒരു മാംസം ചിലപ്പോ ചോദിച്ചും കിടക്കും ഞാൻ എവിടാ എപ്പോ വീട്ടിലോട്ട് ഇപ്പൊ ഒരു ഡാൻസർ നടക്കണം, അത് ബാക്കിയുള്ളടത്ത് വരാം. ഓക്കെ, ഇപ്പം ഒരു
ഫേമസ് പേഴ്സണാലിറ്റി അവരുടെ ഒരു ഫീച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് സാധനം സ്റ്റീൽ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നേനെ എന്നുള്ള കുറച്ച് ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ട്. അതിന്റെ ആ ആൾക്കാരുടെ ഏത് ക്വാളിറ്റിയാണ് ഞാൻ കറണ്ട് ഓർ കോഫി ഞാൻ ചോദിക്കട്ടെ അവസരം തരുന്നു. ഓക്കെ ശ്രീനിവാസൻ സർ. Of course, Uri does have humor, sense of humor. ശ്രീനിവാസൻ. Of course, Uri does commitment, passion. ഓക്കെ പിണറായി വിജയൻ. അത് തന്നെ സെയിം എന്താ പറയുക, Uri does എന്താ പറയുക ആ ഒരു വിൽ പവർ ആൻഡ് വാട്ട് എവർ കൺവിക്ഷൻ. അനുവേട്ട മോഹൻലാൽ ആണെങ്കിലും സ്റ്റീൽ ചെയ്യാനാ എനിക്ക് അങ്ങനെ ആരുടെയും കളവ്. അല്ല സ്റ്റീൽ ചെയ്യണമെന്നല്ല, ആ ഒരു ക്യാരക്ടർ പുള്ളിയുടെ ഈ ഒരു ക്വാളിറ്റി എനിക്കുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു. പേഷ്യൻസ്. പേഷ്യൻസ്. Yeah, maybe good looks. Good looks. Okay, fine. Okay, coming to you. മോഹൻലാൽ. കൂടുതൽ മോഹൻലാൽ സാർ അവിടെ ഫുൾ സീരിയസ് ആയി വെച്ചിരിക്കുക, ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ട്. See, his one quality which I liked was എൻ്റെ ശത്രുവിനെ കുറിച്ചാണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ പോയിട്ട് ആ ഒരു ചിന്തശൈലികളാണ് അങ്ങനെ ചെയ്യാൻ സാധ്യത. സോ ഹി നെവർ ടോക്സ് നെഗറ്റീവ് അബൌട്ട് പീപ്പിൾ. അവർക്ക് അറിയാമെങ്കിൽ പോലും ഒരിക്കലും ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് ഞാൻ ഇന്നത് കേട്ടു. പക്ഷെ വല്ലവരെ കുറിച്ചിട്ടും അങ്ങനെ എന്തെങ്കിലും ആൾക്ക് എന്താ സുഖല്ലേ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ അത്രയും ക്ഷമ വെച്ചിട്ടാണ് അനുകൂലത. ക്ഷമ കൊണ്ട് അൾട്ടിമേറ്റ് ആണ്. ബിക്കോസ് ഹി ക്യാൻ ഹാവ് ദ പേഷ്യൻസ് ടു ദ കോർ. അതാണ് ഒരാളെ കുറിച്ചിട്ടും എന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നെവർ ബി നെഗറ്റീവ്. പോസിറ്റിവിറ്റി എന്നുള്ളത് സംഭവം അതാണ് അദ്ദേഹത്തെ ഓടാറുള്ളത്. മമ്മൂക്കയെ കുറിച്ച് വെച്ചിട്ടും ഞാൻ മമ്മൂക്കയെ കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് he will not be in touch with you, but then he knows about it. നിങ്ങളെ കുറിച്ച് എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഒരു വിളി വരുന്നതായി. അതിപ്പോൾ ഷൈനിൻ്റെ റീസെൻ്റ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതായിരുന്നു. അത്രയും റോബർട്ട്സിന് ഡയറക്റ്റ് സമയത്ത് നമുക്കൊരു വിളി വന്നു. സോ ദിസ് ഈസ് വാട്ട് ഈസ് സെർട്ടൻ ക്വാളിറ്റീസ് ഓഫ് certain human beings. നിങ്ങൾ സ്റ്റാറും പറഞ്ഞ് നടക്കണമെങ്കിൽ ദേ ആർ നോട്ട് അൺടച്ചബിൾ, ദേ ആർ ഇൻ ടച്ച് വിത്ത് യു. പക്ഷെ നമ്മൾ അറിയുന്നത് നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഈ രണ്ടുപേരും കൂടെ സെൻസ് ഓഫ് ഹ്യൂമർ. അതെ, ഞാൻ കേട്ടിട്ടുള്ളത് പഴയ ഒരുപാട് നായകന്മാർ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ എല്ലാവരും ഒരുപാട് പറയും. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് കുറയാൻ കിട്ടുന്ന സാധനം ഇന്നൂറ് തന്നെയാണ്. എന്നാലും ധ്യാനം കുറിച്ച് നല്ലൊരു അറിയില്ല. എല്ലാവരും നിങ്ങൾക്ക് അത് കട്ടെടുക്കാനാണ് റെഫറൻസ് ഒരു ഫംഗ്ഷനിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത്. സ്റ്റേജിൽ എന്നോട് ഇരിപ്പുണ്ട്, ഒരു കണക്ഷനും ഇല്ല. പക്ഷെ സഡൻലി ഷീ സെഡ് ദാറ്റ് മേജർ ബ്രേക്ക് പോയിന്റ്. അദ്ദേഹത്തിന്റെ അമ്മയെ പറയാനാണ് ഇതിനകത്തൊക്കെ ഏത് കണക്ഷനാണെന്നൊരു പിടിയില്ല. ഉർവശി കുഞ്ഞാത്ത ഗർഭിണിയായിരിക്കുന്ന സ്ഥലത്ത് ഒറ്റപ്പാലം സൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കാല് അത് അനിയൻ. അതിനുശേഷം അമ്മയാണ് ആ ഫുൾ ഡെലിവറി സാധനം വഴിക്കുള്ള ഫുൾ കെയറിങ്ങും സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നത് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അച്ചാറ് അത് ഇത് നമ്മൾ ഒരു കെയർ. പക്ഷെ അതിന് ആ ദിവസം ഓർത്തുകൊണ്ട് ഇത് എന്നെ കണ്ട സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശേഷം ഫുട്ബോൾ ഷീസ് നോട്ട് താങ്ക്ലെസ്. അമ്മ ആരും എല്ലാവരെയും സംബന്ധിച്ചത് അവർക്ക് എത്ര ആളുകൾ ശുശ്രൂഷിക്കാനൊക്കെ കഴിയും. പക്ഷെ അമ്മ ചെയ്ത ആ ഒരു കെയർ ഷീ റിമെമ്പർ ആൻഡ് ഞാൻ really amazed to hear that. Amma is no more. But then that is some of the qualities. But this is suddenly shocked, right? There are a lot of qualities. മഞ്ജു വരെ ആക്ച്വലി അല്ല, എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് വേണ്ട. അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഒരാളെ അങ്ങനെ ഒട്ടും അങ്ങനെ
ഒരാളുടെ ക്വാളിറ്റി കണ്ടിട്ട് അതെനിക്ക് വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. ഇപ്പം ഞാൻ പിന്നെ ചുമ്മാ ഇരുന്ന് പറയാം, പക്ഷെ അതൊരു പുകഴ്ത്തലായി പോകും. അപ്പം അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, മാമിനുള്ള ക്വസ്റ്റ്യൻ ആണ്. മാമിന്റെ പ്രൊഡക്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ മാമിന് ഈ ഒരു സെറ്റില് ഭയങ്കര ദേഷ്യം വന്നൊരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വന്നിട്ടേ ഇല്ല. വന്നിട്ടേ ഇല്ല? ഭയങ്കര cool. ഞങ്ങളൊക്കെ ഭയങ്കര സ്വീറ്റ് ആൾക്കാരല്ലേ, ഇങ്ങനെ വരും. ചാൻസ് കൊടുക്കില്ല. Especially മാമിന്റെ കോൺഫിഡൻസ് ഉണ്ടോ ഈ മൂവി സൂപ്പർ ഹിറ്റ് ആണ്? ഇല്ല ഇല്ല. ഇല്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഈ ഒരു മൂവി നല്ല ഒരു മൂവി ഹിറ്റാവുന്ന എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. അതൊരു ഗാംബ്ലിംഗ് ആണ്, ലക്കാവാം. പിന്നെ അല്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹിറ്റാവാം, ചിലപ്പോൾ ആവാതിരിക്കാം. അതുകൊണ്ട് ഒരു സിനിമയും എന്നോട് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ആൻസേഴ്സ്. നമുക്ക് ഒരു വെൽ വിഷിംഗ് പോലെ നമുക്കിത് എൻഡ് ചെയ്യാം. എൻഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ മൂവി, എല്ലാവരും ഈ മൂവി കാണണം. ജൂലൈ 18 റിലീസ് ആവുന്ന മൂവിയാണ്. ആൻഡ് രവീന്ദ്ര നീ എവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് സൂപ്പർ ഹിറ്റ് ആക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.